ശ്രവണമായി, കീർത്തനമായി, സ്മരണമായി, പാദസേവനമായി, പിന്നെ അർച്ചന. അഞ്ചാമത്തെ തലമ അർച്ചന. നമ്മൾ ആദ്യം ഇറങ്ങുന്നത് ഞങ്ങൾ അർച്ചിക്കാനായിട്ടാണ് അല്ലേ? അഞ്ചാമത്തെ തലം അർച്ചന. ഭഗവാന്റെ നാമങ്ങളെ ഉരുവിട്ടുകൊണ്ട് അർച്ചിക്കുക. നാമാർച്ചന. നാമം ഉരുവിട്ടാൽ പോലും അതൊരു അർച്ചനയാണ്. ഇപ്പം എന്തായി? അർച്ചനം, വന്ദനം. നമുക്കൊരു ധാരണയുണ്ട്, ഈ വന്ദനം എന്ന് പറഞ്ഞാൽ വിഗ്രഹമുള്ളിടത്ത് പോയി മാത്രം വന്ദിക്കാതെ. ഭഗവാൻ പറയും, എൻ്റെ ഭക്തനെ വന്ദിച്ചാലും ആരെ വന്ദിക്കുന്നതിന് തുല്യമാണ്. ഭഗവാൻ രാമായണത്തിലെ ഈ രാവണനെയൊക്കെ നിഗ്രഹിച്ചതിന് ശേഷം ഇന്ദ്രൻ രാമചന്ദ്രപ്രഭുവിനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ എന്താണ് അങ്ങേക്ക് വേണ്ടി ചെയ്യേണ്ടത്? എൻ്റെ ആതിഥ്യം സ്വീകരിക്കണം എന്ന് പറയുമ്പോൾ പറയുന്നുണ്ട്, എന്നെ പൂജിക്കുന്നതിലും എനിക്ക് ഏറ്റവും ഇഷ്ടം ആരെ പൂജിക്കണതാ? വാനരന്മാരെ പൂജിച്ച് അവർ കാട്ടിലെ ഏത് പഴം കഴിച്ചാലും അത് മധുരമുള്ളതാക്കി തീർക്കണം. അവർ കുടിക്കുന്ന ജലം മുഴുവൻ മധുരമുള്ളതാക്കി തീർക്കണം. അതിൽ ഞാൻ തൃപ്തനാണെന്ന്. എപ്പോഴും ഭഗവാൻ ഇഷ്ടം ഭഗവാന്റെ ഭക്തരെ സേവിക്കണം. നമ്മളത് ചെയ്യില്ലേ? ഇപ്പോൾ അവിടെ ഒരു കല്ലിരുന്നാൽ നമ്മൾ തൊഴുവോ? പോയി തൊഴുവോ? അവിടെ ഒരു കല്ലിരുന്നാൽ തൊഴുവോ? ഇല്ലേ? അതേസമയം അവിടെ വിളക്കൂടെ കത്തിച്ച് വെച്ച് അപ്പം പോയുള്ളൂ. ഞാൻ അവിടെ നിന്നൊരു കർപ്പൂരം കത്തിച്ച ഉടനെ തൊഴിൽ. നാളെ പോലെ നിങ്ങളും ഇല്ലേ അവിടെ കർപ്പൂരം കത്തിച്ചു. എന്താ നമ്മുടെ ധാരണ? അങ്ങനെയുള്ളിടത്ത് മാത്രമായി ഈശ്വരൻ, സർവത്തിലും ഈശ്വരനാണെന്ന് കാണാനുള്ള ബോധം ഇതുവരെ നമുക്ക് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഒരാളെ കാണുമ്പം നമസ്തേ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കൈയെടുത്ത് കുമ്പിട്ട്. ഇപ്പം നമ്മൾ അങ്ങനെയൊന്നും അല്ലല്ലോ. അമ്പലത്തിൽ പോയി തൊഴിൽ എങ്ങനെയാണ്? ഇപ്പം തീർത്തുകളെയൊന്നും പറയാം. ഇങ്ങനെ നിൽക്കട്ടെ, ഇങ്ങനെ നിൽക്കട്ടെ. ചിലർ അത് കഴിയുമ്പോൾ തുടങ്ങിച്ച് 4 ഇടി നെഞ്ചത്തും ചുണ്ടത്തും 4 ഇടി. പിന്നെ ഇന്നലെ അവിടെ ഇന്നൊരാൾ കാണിക്കുന്നുണ്ട് വേണ്ടിയാ എന്താ വേണമോ വായി എനിക്കറിഞ്ഞുകൂടെ. ഒരു വിരലുകൊണ്ട് ഇങ്ങനെ തിരികെ കയറ്റി കളയുന്നു. എന്താ എനിക്കറിഞ്ഞുകൂടെ. ഇങ്ങനെ നമ്മുടെയൊക്കെ തൊഴിൽ ഇതൊക്കെ എവിടെ നിന്ന് കിട്ടിയതാണ് എനിക്കറിഞ്ഞുകൂടെ. എൻ്റെ അറിവിൽ നമ്മുടെ സംസ്കാരത്തിൽ ഇങ്ങനൊന്നും തൊഴാൻ പഠിപ്പിച്ചിട്ടില്ല. ഒന്നുകിൽ 2 കൈകളും ശിരസിന് മുകളിൽ വെച്ച് നാരായണ എന്ന് വിളിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ വെച്ച് നാരായണ എന്ന് വിളിക്കണം. ഇങ്ങനെ നെഞ്ചത്തും വായിക്കാത്തും കുത്തിക്കയറ്റാനൊന്നും പഠിപ്പിച്ചത് എനിക്കറിഞ്ഞുകൂടെ. അപ്പോ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ അവിടെ പിന്നെ ഉള്ള സ്വഭാവമാണ്. ഞാൻ പിടിച്ചു, മീൻ പിടിച്ചു, ഇതിനെ പിടിച്ചു, മീൻ പിടിച്ചു, എല്ലാം പിടിച്ചിട്ടുണ്ട്. വീട്ടിൽ കളാറൊന്നും കാണിക്കുകയും ചെയ്യാത്ത നിന്റെ തല്ല ഇരിക്കട്ടെ എല്ലാം കൂടെ. ഇതൊക്കെ എല്ലാവരും പറഞ്ഞ് ചില കുഞ്ഞുങ്ങളുടെ അമ്മ പറയുന്നത്, മക്കളെ മുഴുകിയിടണം കേട്ടോ. ഞാൻ പറയാം കൂടെ പിഴിഞ്ഞൂടങ്ങടി. ഞാൻ കേൾക്കുകയാണെങ്കിൽ പറയും ഒഴിഞ്ഞിടാനുള്ള സ്ഥലം ഇത്. ഒരിടത്ത് നവാഹത്തിൽ നിന്നപ്പോൾ ഒരു അമ്മ വന്നുവെച്ച് ആദ്യം ഒരു 10 രൂപ എടുത്തുവെച്ച് ഇങ്ങനെ വെച്ചാൽ ചെടിക്ക് കൊണ്ട് തന്നു. 10 രൂപയിലെ കളയാൻ പറ്റുള്ളൂ. ഞാൻ കൈ നീട്ടിക്ക് മേടിച്ചു. ഇച്ചിരി കഴിഞ്ഞപ്പോൾ ഒരു 2 രൂപ എടുത്ത് വെച്ച് പിന്നെ എല്ലാം വിചാരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു അത് കാണിക്കേട്ടാ മതി, അതെനിക്ക് വേണ്ട. കാരണം 2 രൂപയേ ഉള്ളൂ. വലിച്ചു കയറിയപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് വേണ്ട. ഇങ്ങനെ നമ്മുടെ സ്വഭാവം. ഇത് ആര് പഠിപ്പിച്ചതായി എവിടുന്ന് കിട്ടിയെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഇതെന്തിനാ ഇങ്ങനെ വെക്കുന്നത്? വായിക്കൂടെ തിന്നൊക്കെ നെഞ്ചത്തടഞ്ഞു പോയി എന്ന് പറഞ്ഞാന്നോ? എനിക്കറിയില്ലപ്പ. ഞാൻ അതുകൊണ്ട് ചോദിക്കും. നിങ്ങളൊക്കെ കാണിക്കുന്നത് പലരും കാണിക്കുന്നതാണ് ഇങ്ങനെ വെക്കുന്നത്. നമ്മുടെ ക്ഷേത്ര സംസ്കാരങ്ങളിൽ പെട്ടതേ അല്ല ഈ ഒഴിച്ചിലും പിഴിച്ചിലും ഈ കുത്തിക്കയറ്റും. പോട്ടെ
എന്തായാലും അതൊക്കെ മാറ്റണം. എന്തായാലും അങ്ങനെ പ്രഹ്ലാദൻ പറഞ്ഞു. എവിടെയായി? ശ്രവണമായി, കീർത്തനമായി, സ്മരണമായി, പാദസേവനമായി, അർച്ചനമായി, വന്ദനമായി, പിന്നെ ദാസ്യം. ഭഗവാന്റെ ദാസനായിട്ട് നിൽക്കുക. വൃത്രം പറയും, ഭഗവാനെ സ്വർഗം വേണ്ട, നരകം വേണ്ട, ഒന്നും വേണ്ട, നിന്റെ ഭക്തന്റെ ദാസന്റെ ദാസനെങ്കിലും ആവാനൊരു പുണ്യം കിട്ടിയാൽ അത് മതി. ഭഗവത് ഭക്ത ദാസാനുദാസനെങ്കിലും ആവാൻ കഴിഞ്ഞാൽ മതി. അതിനുപോലുള്ള യോഗം നമുക്കുണ്ടോന്ന് അറിയില്ല. ഭഗവത് ഭക്ത ദാസാനുദാസനെങ്കിലും ആവാൻ അത്രയെങ്കിലും ആയാൽ മതി, രക്ഷപ്പെടും. അപ്പൊ ദാസ്യം ചെയ്യുക ഭഗവാന്. എല്ലാ കർമ്മങ്ങളും ആർക്ക് വേണ്ടി സമർപ്പിക്കുക? ഭഗവാനിലേക്ക് സമർപ്പിക്കുക. പിന്നെ സഖ്യം, ഭഗവാനെ കൂട്ടുകാരനായിട്ടോ ഏത് സങ്കല്പത്തിൽ നമുക്ക് ഭഗവാനെ ചേർത്ത് കാണാൻ പറ്റുമോ ആ സങ്കല്പത്തിൽ ഭഗവാനെ ചേർത്ത് കാണാം. ഇനി അവസാനത്തെ പടിയാണ് ആത്മനിവേദനം. തന്നെ തന്നെ സമർപ്പിക്കുക. തൻ്റേതെന്ന് പറയാൻ ഒന്നുമില്ലാതെ തന്നെ തന്നെ സമർപ്പിക്കുക. ആ ഒരു സമർപ്പണ ഭാവത്തിലേക്ക് എത്തണമെങ്കിൽ അതിൻ്റെ ആദ്യ പടിയാണ് ഏത്? ശ്രവണം. ഇന്നലെ പറഞ്ഞില്ലേ ഇവിടെ മറ്റേ അദ്ദേഹം വന്നപ്പോൾ നമ്മൾ കയറി പോകേണ്ട 9 പടികൾ കാണിച്ചു തരുന്ന ദിവസമായിരുന്നു ഇന്നലെ എന്ന്. ആര് വന്നപ്പോഴാണ് പറഞ്ഞേ? അത് മാത്രമേ അപ്പോൾ കേട്ടുള്ളൂ. വ്യാസനല്ല പറഞ്ഞത്. വേറെ ആരെങ്കിലും എല്ലാം പറഞ്ഞായിരുന്നു ഇവിടെ? അദ്ദേഹം ഇന്ന് വിശേഷപ്പെട്ട ദിവസം നമുക്ക് 9 വഴി കാണിച്ചു തരുന്ന ദിവസം എന്നൊക്കെ വ്യാസന്റെ മാത്രമേ ഓർമ്മയുള്ളൂ. ഇത് അങ്ങേരോട് കുറച്ച് കൂടുതൽ ഇഷ്ടമുള്ളതുകൊണ്ട് അത് മാത്രമേ കിട്ടുള്ളൂ. പോട്ടെ അങ്ങ് പോട്ടെ, ഇനി അങ്ങനെ പറഞ്ഞെങ്കിൽ കേട്ടെങ്കിൽ നല്ല കാര്യം. അപ്പോൾ അതുകൊണ്ടാണ് എന്നെ കേൾക്കാൻ വരാൻ ഇത്ര മടി. നിങ്ങളുടെ കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് എന്തായി? അങ്ങനെ ആത്മനിവേദനം, തന്നെ തന്നെ സമർപ്പിക്കുക. ആ ഭഗവാനിലേക്ക് പൂർണ്ണമായിട്ട് ഇനി മറ്റൊന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് തന്നെ സമർപ്പിക്കുക. അങ്ങനെ സമർപ്പിക്കുന്നതിലാണ് ഏറ്റവും ശ്രേഷ്ഠം. ഇതിനെയാണ് നവധാ ഭക്തി എന്ന് പറയുന്നത്. 9 തരത്തിലുള്ള ഭക്തിയല്ല, ഭക്തിയുടെ 9 തലം. അത് ഓരോരുത്തരുടെ തലമനുസരിച്ച്. നമ്മളൊക്കെ ഇപ്പം ആരാ? ശ്രോതാക്കളാണ്, ശ്രവണമാണ്. പിന്നെ അതിൻ്റെ ഒരു പടി കൂടെ കഴിഞ്ഞു, കീർത്തനം എന്ന് വേണമെങ്കിൽ കൂടി ആവാം. പിന്നെ ഇച്ചിരൂടെ വന്നാൽ നമ്മൾ അർച്ചനോ എത്തി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ദാസ്യഭാവത്തിലേക്കൊന്നും എന്ത് ചെയ്തിട്ടില്ല, നമ്മളാരും വന്നിട്ടില്ല. ഉണ്ടോ? നമ്മൾ ദാസ്യഭാവത്തിലേക്ക് ശ്രവണം, കീർത്തനം, സ്മരണം വരെ ആയിട്ടില്ല. പക്ഷേ ആ പാദസേവയിലേക്കൊന്നും നമ്മൾ വന്നിട്ടില്ല. അതങ്ങനെ ഓരോ തലങ്ങളും കടന്ന് തന്നെ തന്നെ ഭഗവാനിലേക്ക് സമർപ്പിക്കുന്ന ഒരവസ്ഥ എത്തിക്കഴിയുമ്പോൾ ആരാവും? യഥാർത്ഥ ഭക്തനാവും. അവിടെ വരെ ചെല്ലണം. ഈ 9 പടി ആവണം. 8 പടിയും കിടന്ന് 9ാമത്തെ പടിയിലെത്തി കഴിയുമ്പോൾ മാത്രമേ നമ്മളെ യഥാർത്ഥ ഭക്തരെന്ന് പറയാൻ പറ്റുള്ളൂ. അവിടെ എന്താ ഗുണം? യാതൊന്നും ഒന്നും വേണ്ട, എനിക്കൊന്നും വേണ്ട. കാരണം എനിക്കൊന്നും ഇല്ല തരാൻ. എന്നെ തന്നെ അങ്ങ് തരിക. പൂർണ്ണമായ സമർപ്പണഭാവം. എൻ്റേതായിട്ടൊന്നും ശരീരം പോലും എൻ്റേതല്ല, അതെല്ലാം നിൻ്റേതാണ്. എന്തായാലും അങ്ങനെ പറഞ്ഞു. അതും കേട്ടു. അത് കഴിഞ്ഞിട്ടോ ഭഗവാന് പ്രഹ്ലാദൻ എന്ത് ചെയ്തു? ഹിരണ്യകശിപു പ്രഹ്ലാദനെ വീണ്ടും ഓടിച്ചു. ഏതെങ്കിലുമൊക്കെ വിധത്തിൽ കൊല്ലാൻ നോക്കി. എന്നിട്ടൊന്നും സാധ്യമായില്ല. വിഷം കൊടുത്ത് നോക്കി, ആനയെ കൊണ്ട് കുത്തിക്കൊല്ലിച്ച് നോക്കി, പാമ്പിനെ കൊണ്ട് കുത്തിക്കാൻ നോക്കി. എന്തെല്ലാം ചെയ്തിട്ടും പ്രഹ്ലാദനെ നിഗ്രഹിക്കാൻ സാധിക്കണില്ല. അവസാനത്തെ പടിയാണ് നീ പറയുന്ന നാരായണൻ എവിടെയിടാ എന്ന ചോദ്യം. ഒരു സംശയവും കൂടെ പറഞ്ഞു, അങ്ങയെ കൊണ്ടിപ്പോൾ ചോദിച്ചില്ലേ എവിടെ നിൻ്റെ ഹരിയെന്ന്? അത് ചോദിപ്പിക്കണത് പോലും എൻ്റെ ഹരിയാണ്.
സർവചരാചരങ്ങളുള്ളിലും നിറഞ്ഞു നിൽക്കുന്ന കാരുണ്യമൂർത്തിയുടെ ഭാവം, ആ പരമ്പൊരുളാണ് സർവത്തിനെയും ചലിപ്പിക്കുന്നത്. അതുകൊണ്ട് ഹേ അസുരരാജൻ, അങ്ങ് ഈ ആസുരി ഭാവങ്ങളൊക്കെ വിട്ട് ഈശ്വരനാമം ഭജിക്കാൻ ശ്രമിക്കുമെന്ന് പറയും. സഹിച്ചില്ല, വാളെടുത്ത് കൊണ്ടു ആ ഏത് തൂണിലാടായിരിക്കണമെന്ന് വെച്ചോട്ട് ദാലാന്ന് പറയൂ, ഒറ്റ കുത്ത തൂണങ്ങോട്ട് പിളർന്നതും ഇന്ന് വരെ ഹിരണ്യകശിപു കണ്ടിട്ടുള്ള പ്രതീക്ഷിച്ചിട്ടുമില്ലാത്ത ഒരു രൂപം അവിടേക്ക് കടന്നു വന്നതാണ്. ഓരോ ശ്വാസവും പ്രപഞ്ചം കിട്ടുന്ന ശബ്ദത്തോടു കൂടി അതിഭയാനകമായിരിക്കുന്ന ഒരു രൂപം അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഹിരണ്യകശിപു നടുങ്ങിപ്പോയി. ഇങ്ങനൊരു രൂപത്തെ താൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. തൻ്റെ കാലനെത്തിയെന്ന് ഏകദേശം ബോധ്യായി. എന്നിട്ടും തന്നെ രക്ഷിക്കാനുള്ള ശ്രമം അവിടെ നടത്തി. ഭഗവാനുമായിട്ട് ഗംഭീരമായിട്ട് യുദ്ധം ചെയ്തു. ഭഗവാനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. തൻ്റെ ഭക്തനോട് യുദ്ധം ചെയ്യുന്ന ഭഗവാൻ വലിയ ഇഷ്ടമാണ്. മുന്നോട്ട് പോകുമ്പോൾ കാണാം, ജാമ്പവാനുമായിട്ടൊരു 18 ദിവസം നടത്തുവാട്ടി. 18 ദിവസം അടി രണ്ടു കൂടെ. എന്തിനാ? രാമാവതാര കാലത്തെ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ. രാമാവതാര കാലത്ത് ജാമ്പവാൻ കൂടെ ഉണ്ടല്ലോ ഇല്ലേ? ഇന്ന് രാമൻ്റെ വീര്യം കണ്ടപ്പോൾ, വീര്യപരാക്രമം കണ്ടപ്പോൾ ആലോചിച്ചു അത്രേ, ഭഗവാനെ ഈ രാമനോടൊന്നും എന്തൊന്നും അടിക്കാനെത്തിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു എന്ന്. കാരണം ജാമ്പവാൻ്റെ ഒരു അടി കൊണ്ടാവും പിന്നെ ഭൂമി കാണൂല ഏതവനായാലും അത്രയ്ക്കാലത്തിന്. അതുകൊണ്ട് മുട്ടുന്നുണ്ടെങ്കിൽ കരുത്തന്മാർ തമ്മിൽ വേണമല്ലോ മുട്ടാൻ. അതുകൊണ്ട് ഒന്നും മുട്ടാൻ പറ്റിയിരുന്ന അപ്പോഴേ മനസ്സിൽ പറഞ്ഞ് ജാമ്പവാനെ ഇപ്പം പറ്റത്തില്ല, അടുത്ത വരയിൽ സാധിച്ചു തരാം. അങ്ങനെ സാധിച്ചു കൊടുക്കുന്ന ഈ സെമന്തകം അടിച്ചുകൊണ്ട് പോകുമ്പോൾ ജാമ്പവാനായിട്ടുള്ള ഇടി 18 ദിവസം അടി മല ഇടിയൊക്കെ മേടിച്ച് താഴെ വീണപ്പോഴാലോചിച്ചോടാ 18 ദിവസമായിട്ടും തോൽപ്പിക്കാൻ പറ്റുന്ന ഇവൻ ആരാണ്? അപ്പോഴാ രാമചന്ദ്ര പ്രഭുവിനെ സ്മരിക്കുമ്പോഴാണ് രാമേന്ദ്ര പ്രഭു പറയണത് എന്താണ്? ഹേ ജാമ്പവാനെ, ഞാൻ തന്നെ ആയി വന്നിരിക്കണേ, ഇവിടെ നീ അടിച്ചിട്ട് വലിയ കാര്യം, നിന്റെ ആഗ്രഹം സാധ്യമായല്ലോ, സന്തോഷം. ഭഗവാൻ ഭക്തന്റെ ആഗ്രഹത്തിനനുസരിച്ച് നിൽക്കും. എന്തായാലും ഈ യുദ്ധമൊക്കെ ചെയ്തു. എന്തിനാ? പറഞ്ഞ സമയമൊക്കെ ആവണം, വെറുതെ കൊല്ലാൻ പറ്റൂല. ആ സമയം ആവണത് വരെ കാത്തു നിന്നു. സന്ധ്യയായതും ഒരു പൂവെടുക്കുന്ന ലാഘവത്തോടെ അങ്ങോട്ട് ചെന്ന് ഹിരണ്യകശിപുവിനെ പൊക്കിയെടുത്തോണ്ട് പോയി ആ കൊട്ടാരത്തിന്റെ ഉമ്മറപ്പടിയിലേക്ക് ഭഗവാൻ ഇരുന്ന് തൻ്റെ മടിയിലേക്ക് അങ്ങോട്ട് മലർത്തി കിടത്തി. ദേവന്മാരെല്ലാവരും സന്നിഹിതരായി. ഭഗവാന്റെ ഈ രൂപം കണ്ട് ഭയപ്പെടാത്ത ഒറ്റ ദേവന്മാരില്ല. എല്ലാവരും കിട്ടുകിട്ട വരച്ചു നിൽക്കുക. ആ ഹിരണ്യകശിപുവിനെ തൻ്റെ മടിയിലേക്ക് അങ്ങോട്ട് കിടത്തിയിട്ട് ഭഗവാൻ തൻ്റെ ഒരായുധം ഉപയോഗിച്ചില്ല. ആ നഖരങ്ങൾ കൊണ്ട് അങ്ങോട്ട് വലിച്ച് കീറിയെടുത്തങ്ങോട്ട്. എന്നിട്ടോ ഭഗവാൻ ആദ്യം പരതിയത് ഹിരണ്യകശിപുവിൻ്റെ ഹൃദയമാണ്. തന്നെ കാണാൻ ഇത്രമാത്രം ഉത്കടമായ ആഗ്രഹം കാത്തു സൂക്ഷിച്ച ആ ഹൃദയമായിരുന്നു ഭഗവാൻ വേണ്ടത്. ആദ്യം ഭഗവാൻ ആ ഹൃദയത്തെ പരതിഞ്ഞെടുത്തു. എന്നിട്ട് ആ രക്തമെല്ലാം കൂടെ അങ്ങോട്ട് വാരി അങ്ങോട്ട് കുടിച്ചു. ആ സടയിലെല്ലാം കൊണ്ട് അങ്ങനെ അങ്ങോട്ട് രക്തമൊക്കെ ഒഴുകുന്നു. അവസാനം കുട്ടൽമാലയെല്ലാം കൊണ്ട് വലിച്ചെടുത്ത് തൻ്റെ ഗളത്തിലേക്ക് അണിഞ്ഞ് ജഡമെടുത്തൊരൊറ്റ വെച്ചു. സർവരും ഭയപ്പെട്ട് ഭഗവാന്റെ ആ ക്രൗര്യം കണ്ട്, ആ രൂക്ഷമായ ഭാവം കണ്ട്, ആ കണ്ണിൽ നിന്നൊക്കെ അഗ്നി പുറത്തേക്ക് ഒഴുകുന്നു, നാവൊക്കെ ചുരിക പോലെ ഇരിക്കുന്നു എന്ന് വേണ്ട, ഭഗവാൻ നിന്നങ്ങനെ വിറയ്ക്കുക. എല്ലാവരും സ്തുതിച്ചു, ഭഗവാനെ നീ ഒന്ന് അടങ്ങ്. ഇവിടെ ആ ഭാവം അങ്ങോട്ട് മാറണില്ല. അപ്പോഴാണ് നോക്കിയത്, ഇനി എന്തു ചെയ്യുമെന്ന് നോക്കി നിൽക്കുമ്പോഴാണ് യാതൊരുവിധ ഭാവവ്യത്യാസവുമില്ലാതെ നാരായണ മന്ത്രത്തെ ജപിച്ചിരിക്കുന്ന ഭഗവതോത്തമനായിരിക്കുന്ന പ്രഹ്ലാദനെ കാണുന്നു. ഉണ്ണി, വേഗം ചെന്ന് ഭഗവാനെ ശാന്തനാക്കാൻ നിന്നെ കൊണ്ട് മാത്രമേ സാധിക്കൂ. ഞങ്ങളെ കൊണ്ട് ആരെ കൊണ്ട് പറ്റില്ല. ലക്ഷ്മി ദേവിയെ വിളിച്ചു വരുത്തിയെന്ന വൈകുണ്ഠത്തിന്ന് ലക്ഷ്മി ദേവി ഇവിടെ വന്ന് നോക്കിയിട്ട് അതേപോലെ തിരിച്ചോടിയില്ല. കാരണം തൻ്റെ ഭർത്താവിനെ ഇങ്ങനെ താൻ കണ്ടിട്ടേ ഇല്ല, എൻ്റെ ഭർത്താവേ അല്ല എന്ന് പറഞ്ഞോടിയെന്ന അടുത്ത് പോലും എടുക്കാൻ പറ്റിയില്ല. പ്രഹ്ലാദൻ സാഷ്ടാംഗം നമസ്കരിച്ചു. ആ ഭക്തന്റെ കരസ്പർശം തൻ്റെ പാദത്തിലേക്ക് ഉണ്ടായതും ഭഗവാന്റെ കണ്ണിൽ നിന്ന് അത്രയും നേരം അഗ്നി ഒഴുകിയെങ്കിൽ കരുണാമൃത വർഷം പൊഴിയാൻ തുടങ്ങി ഭഗവാന്റെ കണ്ണിൽ നിന്ന്. എന്നിട്ടോ
ആ ക്രൗര്യഭാവമെല്ലാം അങ്ങോട്ട് ശമിച്ചു. വേഗം തന്നെ പ്രഹ്ലാദനെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ടു. നീ എന്ത് വരമാവേണ്ടേ? പറഞ്ഞു, ഭഗവാനെ, അവിടുത്തെ ദിവ്യമായിരിക്കുന്ന രൂപത്തെ കാണാൻ കഴിയുന്നതിൽ പരം ഒരു വരം ഇനി ഈ ജന്മത്തിൽ എന്താ വേണ്ടേ? നിന്നെ ഒന്ന് കാണാൻ കഴിയുന്നില്ലേ? യോഗികൾക്ക് പോലും കാണാൻ ദുർലഭമായിരിക്കുന്ന ഈ രൂപത്തെ നീ എനിക്ക് വേണ്ടിയിട്ട് കാട്ടി തന്നില്ലേ? ഇതിൽ പരം ഒരു വരം എനിക്ക് എന്താ വേണ്ട? വേറൊന്നും വേണ്ട. നിന്നിലുള്ള അചഞ്ചലമായിരിക്കുന്ന ഭക്തി മാത്രം മതി എനിക്ക്. പറഞ്ഞല്ല, എന്തെങ്കിലും വരെ ചോദിക്കണം. പറഞ്ഞു, ഭഗവാനെ, അങ്ങനെയെങ്കിലും ഒന്ന് വന്നാൽ മതി. എന്താ, എൻ്റെ പിതാവ് അങ്ങയെ ഇല്ലാതെ ദ്വേഷിച്ചിട്ടുണ്ട്. ഒരിക്കലും പറയാനോ ചെയ്യാനോ പാടില്ലാത്ത പ്രവൃത്തികൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതെല്ലാം മറന്ന് എൻ്റെ പിതാവിനെ അനുഗ്രഹിക്കണം. ഭഗവാൻ പറഞ്ഞു, ഹേ പ്രഹ്ലാദ, എൻ്റെ പിതാവിനെ മാത്രമല്ല 21 തലമുറയെ ഞാനിതാ അനുഗ്രഹിക്കുന്നു. യാതൊരു ഇതുമില്ലാതെ ആ 21 തലമുറയ്ക്കും വേണ്ടതായ അനുഗ്രഹത്തെ മുൻപോട്ടും പിൻപോട്ടുമുള്ള പോയിട്ടുള്ളവരും ഇനി പോകാനുള്ളവരൊക്കെ അനുഗ്രഹിച്ചു ഭഗവാൻ. അവർക്കാർക്കും മോക്ഷമില്ലാതെ പോയില്ല. വളരെ സന്തോഷമായി. എന്നിട്ട് എന്ത് ചെയ്തു? ഇന്നലെ വ്യാസൻ പറഞ്ഞ പോലെ പിടിച്ച് മടിയിലേക്ക് ഇരുത്തി, തന്നോട് ചേർത്ത് നിർത്തി. തൻ്റെ ലക്ഷ്മി മാത്രം ഇരിക്കുന്ന ആ മടിയിലേക്ക് തൻ്റെ ഭക്തോത്തമനായിരിക്കുന്ന ബാലനായിരിക്കുന്ന പ്രഹ്ലാദനെ എടുത്ത് മടിയിൽ വെച്ച് ഭഗവാൻ ആ ആനന്ദാശ്രക്കൾ കൊണ്ട് അങ്ങനെ അഭിഷേകം ചെയ്തു. തൻ്റെ ഭക്തനിലുള്ള ആ ഭക്തി കണ്ട് ആനന്ദഭരിതനായിരിക്കുന്ന ആനന്ദ നിർവൃതിയിലായ നാരായണൻ ആ തൻ്റെ ആനന്ദ കണ്ണുനീര് കൊണ്ട് ആ ഭക്തോത്തമൻ ഐശ്വരകുലത്തിനായിട്ട് പോലും ഭഗവാനോട് ഇത്രമാത്രം ഭക്തിയുള്ള ആ ബാലനെ എടുത്തു മടിയിൽ വെച്ച് ആ അനന്ത കണ്ണീര് കൊണ്ട് അഭിഷേകം ചെയ്തു ഭഗവാൻ. എന്നിട്ട് ആ കൈകളെ കിരീടത്തിന് പകരമായിട്ട് വെച്ച് അനുഗ്രഹിച്ചു. വേണ്ടതെല്ലാം കൊടുത്തു. പ്രഹ്ലാദന് ഇതിൽ പരം ഒരു എന്താ പറയുക, ജീവിതത്തിൽ കിട്ടുന്ന സൗഭാഗ്യം വേറില്ല. ഭഗവാന്റെ മടിയിൽ കയറിയിരിക്കാൻ കഴിയുക ആർക്കാ സാധ്യമാവുക? ലക്ഷ്മിക്കും ദേവിക്കും മാത്രമേ അതിന് സാധിച്ചുള്ളൂ ഭഗവാന്റെ മടിയിൽ കയറിയിരിക്കാൻ. ആ സ്ഥാനത്താണ് തന്നെ പിടിച്ചിരുത്തിരിക്കുന്നത്. ഈ ഒരു അസുരകുലത്തിൽ പറഞ്ഞിട്ടും തനിക്ക് ഇത്രയും വലിയ സൗഭാഗ്യം നൽകുക ആ നാരായണനെ എങ്ങനെയാ മറക്കുക, എങ്ങനെയാ കളയുക? ആ ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ സർവസ്വം സമർപ്പിച്ചുകൊണ്ട് ആ പ്രഹ്ലാദൻ അങ്ങനെ രാജ്യം കാണുമെന്നാണ് കഥ. കുട്ടികൾ ഗുരുകുലത്തിൽ വെച്ച് ചോദിക്കൊണ്ട്, പ്രഹ്ലാദ, നിനക്ക് ഈ നാരായണ മന്ത്രം എങ്ങനെ കിട്ടിയത്? പറഞ്ഞു, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പോഴാണ് ഞാനിതൊക്കെ പഠിച്ചത്. നാരദമുനി എൻ്റെ അമ്മയ്ക്ക് വേണ്ടി പറഞ്ഞു കൊടുത്തത് ഞാൻ ഉള്ളിൽ കിടന്നുകൊണ്ട് കേട്ടതാണ്. അങ്ങനെ പഠിച്ചതാണ് നാരായണ മന്ത്രം എന്ന് പറഞ്ഞ് ആ കുട്ടികളെ പോലും, ആ അസുരന്മാരായിട്ടായിട്ട് പിറന്ന കുഞ്ഞുങ്ങളെ പോലും എന്ത് ചെയ്തു? നാരായണ നാമത്തിൻ്റെ ആനന്ദ ലഹരിയിൽ ആറാടിച്ചു. പ്രകർഷേണ ആഹ്ലാദം കൊടുത്തു. അതുകൊണ്ടാണ് പ്രഹ്ലാദൻ. പ്രകർഷേണ ആഹ്ലാദത്തെ നൽകുന്നവൻ പ്രഹ്ലാദൻ. നമ്മളും അതുപോലെ പ്രഹ്ലാദന്മാരായ എത്ര പേർക്ക് ആനന്ദത്തെ കൊടുക്കാൻ പറ്റും ഇല്ലേ? നമ്മളും പ്രഹ്ലാദന്മാരാവുക. അതിനായിരിക്കണം ഈ ജീവിതം. അതിനുവേണ്ടി ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും വൈകുന്നേരം കൃഷ്ണാവതാര സമയത്ത് വരാൻ സാധിക്കട്ടെ. ഭഗവാന്റെ അനുഗ്രഹങ്ങളെ സ്വായത്തമാക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മുമ്പേ പറഞ്ഞതുപോലെ